Hello friends, phase trajectory construct ചെയ്യാനുള്ള രണ്ട് മെത്തേഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. One is called the analytical method and another one is called the isocline method. Analytical method നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പോൾ isocline method ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് phase trajectory വരയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. Isocline എന്നുള്ള വാക്കിന് അർത്ഥം the lines with the same slope എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു പ്രോബ്ലം വഴി നമുക്കത് എങ്ങനെയാണ് ഒരു എക്സാമ്പിൾ പ്രോബ്ലം വഴി നമുക്കത് നോക്കാം. ഓക്കെ, ഹിയർ എ ലീനിയർ സെക്കൻഡ് ഓർഡർ സെർവോ ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ദ ഇക്വേഷൻ ഇ ഡബിൾ ഡോട്ട് പ്ലസ് 2 del omega n e dot പ്ലസ് omega n square ഈസ് ഈക്വൽ ടു 0. ഡെൽ വാല്യൂ ഗിവൺ ആണ് ആൻഡ് ഇ ഓഫ് 0 ആൻഡ് ഇ ഡോട്ട് 0 ഗിവൺ ആണ്. Determine the singular point, construct the phase trajectory using the method of isocline. സിംഗുലർ പോയിന്റ് കാണാനും ഫേസ് ട്രാജക്ടറി വരയ്ക്കാൻ വേണ്ടിയിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി അസസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് സിംഗുലർ പോയിന്റ് കാണണം എന്ന് പറഞ്ഞു അല്ലേ. സിംഗുലർ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാം? സിംഗുലർ പോയിന്റ് ഓർ ഇക്വിലിബ്രിയം പോയിന്റ് ഇസ് എ പോയിന്റ് അറ്റ് വിച്ച് ദ ഡെറിവേറ്റീവ്സ് ഓഫ് സ്റ്റേറ്റ് വേരിയബിൾസ് ആർ 0. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റേറ്റ് വേരിയബിൾ അസൈൻ ചെയ്യണം, സ്റ്റേറ്റ് ഇക്വേഷൻ എഴുതണം, സ്റ്റേറ്റ് ഇക്വേഷന് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. എന്നിട്ട് 0 കിട്ടണമെങ്കിൽ കറസ്പോണ്ടിങ് x1 x2 വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ സിംഗുലർ പോയിന്റ്. ഓക്കെ ആണല്ലോ. ദെൻ നമുക്ക് ഫേസ് ട്രാജക്ടറി വരയ്ക്കണം. ഫേസ് ട്രാജക്ടറി വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ വേണ്ടത്? വി ആർ ഡ്രോയിങ് ഫേസ് ട്രാജക്ടറി യൂസിങ് ദ സ്ലോപ്പ് അല്ലേ. സ്ലോപ്പ് നമ്മൾ അനലിറ്റിക്കൽ മെത്തേഡിലും തന്നെ സ്ലോപ്പ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫേസ് ട്രാജക്ടറി വരച്ചത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തറിയണം? സ്ലോപ്പ് അറിയണം. സ്ലോപ്പ് ഇക്വേഷൻ ഈസ് ഈക്വൽ ടു x2 ഡോട്ട് ബൈ x1 ഡോട്ട്. അപ്പോൾ അതിനും വേണ്ടി എന്ത് വേണം? x1 ഡോട്ടും x2 ഡോട്ടും അറിയണം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അത് ആദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നത് നോക്കാം. First, system equation. One of the system variable is assigned as one of the state variable. Then the derivative of that state variable assigned as the second state variable. Okay ആണല്ലോ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് x1 ഡോട്ട് ഈസ് ഈക്വൽ ടു എന്താണ് കിട്ടിയിട്ടുണ്ട്? x1 ഡോട്ട് ഈസ് ഈക്വൽ ടു x2 വൺ സ്റ്റേറ്റ് വേരിയബിൾ ഡെറിവേറ്റീവ് കിട്ടി. ഇനി അടുത്തത് കിട്ടണം. അടുത്തത് കിട്ടണമെങ്കിൽ ഈ വേരിയബിൾസിനെ നമ്മൾ ഒറിജിനൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് x2 ഡോട്ട് പ്ലസ് 2 del omega n x2 പ്ലസ് omega n square x1 ഈക്വൽ ടു 0. അതിൽ നിന്ന് x2 ഡോട്ടും കിട്ടി. അപ്പോൾ x1 ഡോട്ടും x2 ഡോട്ടും കിട്ടി. ഇത് രണ്ടുമാണ് സ്റ്റേറ്റ് ഇക്വേഷൻ. ഇത്രയും ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇതിന് ഈക്വൽ ടു 0, x1 ഡോട്ട് ഈക്വൽ ടു 0, x2 ഡോട്ട് ഈക്വൽ ടു 0 ആവണമെങ്കിൽ കറസ്പോണ്ടിങ് വാല്യൂസ് ഓഫ് x1 ആൻഡ് x2 ആർ ടേക്കൺ ആസ് x1 റേസ് ടു 0, x2 റേസ് ടു 0. ഈ വാല്യൂസ് നമ്മൾ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുമ്പം ദാറ്റ് ഈസ് കോൾഡ് ദ സിംഗുലർ പോയിന്റ്. ആ സിംഗുലർ പോയിന്റ് നമുക്ക് കിട്ടി. ദെർഫോർ ദ കോർഡിനേറ്റ്സ് ഓഫ് സിംഗുലർ പോയിന്റ്സ് ആർ 0, 0 എന്ന് കിട്ടി. ഓക്കെ, ഇതൊന്നും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടെന്ന് കരുതുന്നു. ക്ലിയർ അല്ലേ? ഇക്വേഷൻ ഈക്വൽ ടു 0 എന്നിട്ട് സോൾവ് ചെയ്താൽ മതി, വാല്യൂസ് കിട്ടി. ദെൻ അത് കഴിഞ്ഞ് അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്താണ്? ഫേസ് ട്രാജക്ടറി വരയ്ക്കുക. ഫേസ് ട്രാജക്ടറി വരയ്ക്കാൻ നമുക്ക് ആദ്യം എന്ത് വേണം? സ്ലോപ്പ് അറിയണം. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു x2 ഡോട്ട് ബൈ x1 ഡോട്ട്. ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത വീഡിയോയിൽ പറഞ്ഞത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ x2 ഡോട്ട് എന്താണെന്ന് അറിയാം, x1 ഡോട്ട് എന്താണെന്ന് അറിയാം. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സ്ലോപ്പ് കിട്ടി. അപ്പോൾ അങ്ങനെ നമുക്കിത് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? ഇക്വേഷൻ. ആ ഇക്വേഷനിൽ എന്തൊക്കെയാണ് പാരാമീറ്റേഴ്സ് ഉണ്ട്? സ്ലോപ്പ് ഉണ്ട്, x1 ഉണ്ട്, x2 ഉണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് സ്ലോപ്പിൽ ഇഫ് വാല്യൂ ഓഫ് x1 ഇന്നതാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് x2 എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാം? x1ഉം x2ഉം ഡിഫറെൻറ്റ് വാല്യൂസ് പ്ലോട്ട് ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇനിയാണ് ഐസോക്ലൈൻ മെത്തേഡിൻ്റെ മാത്രം പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. ഓൾറെഡി ഞാൻ പറഞ്ഞു, ഐസോക്ലൈൻ മെത്തേഡ് എന്ന് പറയുന്നതിൽ ഐസോക്ലൈൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഐസോക്ലൈൻ എന്ന് പറയുന്നത് ദ ലൈൻസ് വിത്ത് ദ സെയിം സ്ലോപ്പാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കിട്ടിയിരിക്കുന്ന ഇക്വേഷനിൽ നമ്മൾ എസ്സിന് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് സ്ലോപ്പിലുള്ള ലൈൻസ് നമ്മൾ ഇങ്ങനെ വരയ്ക്കാം. എന്നിട്ട് ഫസ്റ്റ് സ്ലോപ്പ് ലൈനിൽ x1 പർട്ടിക്കുലർ പോയിന്റ് ആണെങ്കിൽ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് x2 എന്ന് പറഞ്ഞിട്ട് അത് പ്ലോട്ട് ചെയ്യാം. അടുത്ത സ്ലോപ്പ് ലൈനിൽ അവിടുത്തെ സ്ലോപ്പ് എന്താണെന്നറിയാം. അപ്പോൾ ആ സ്ലോപ്പിൽ x1 ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് x2, ആ സ്ലോപ്പ് ലൈനിലെ വാല്യൂ കിട്ടും. അങ്ങനെ ഓരോ നമ്മൾ വരച്ചിരിക്കുന്ന സ്ലോപ്പ് ലൈൻസിൽ എങ്ങനെയൊക്കെയാണ് ഈ ട്രാജക്ടറിൻ്റെ പോയിന്റ്സ് എന്ന് നോക്കി വരച്ച് അങ്ങനെ ട്രാജക്ടറി കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എസ് എന്ന് പറയുന്ന സ്ലോപ്പിന് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കാം. അപ്പോൾ എസ് എന്ന് പറയുന്നത് -2, -1, -0.5 അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അപ്പോൾ എസ്സിന് ഈ ടേബിൾ നോക്കുക. എസ്സിന് ഡിഫറെൻറ്റ് വാല്യൂ കൊടുക്കുന്ന സമയത്ത് ദ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു എന്താണ്? ടാൻ ആൽഫ അല്ലേ, അല്ലെങ്കിൽ ടാൻ തീറ്റ അല്ലേ? സ്ലോപ്പ് ഈക്വൽ ടു ടാൻ തീറ്റ അല്ലേ? അപ്പോൾ സ്ലോപ്പ് ടാൻ തീറ്റ ആണെങ്കിൽ വാട്ട് വിൽ ബി തീറ്റ, അല്ലെങ്കിൽ ടാൻ ആൽഫ ആണെങ്കിൽ വാട്ട് വിൽ ബി ആൽഫ. ആൽഫ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് -2. ടാൻ ഇൻവേഴ്സ് -2 എന്താണ്? -63. അതേപോലെ ടാൻ ഇൻവേഴ്സ് -1. ഇപ്പം ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് ആംഗിൾസ് കിട്ടും. അപ്പം ഈ നേരത്തെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്ത ഇക്വേഷനിൽ എസ് -2 ആണെങ്കിൽ x1ന് നമ്മളൊരു പർട്ടിക്കുലർ വാല്യൂ കൊടുത്താൽ വാട്ട് ഈസ് x2 എന്ന് കണ്ടുപിടിക്കുക. ഇവിടെ നോക്കിയേ, -2 ആവുന്ന സമയത്ത്, അതായത് ആംഗിൾ -63 ആവുന്ന സമയത്ത് x1ന് ഒരു 2 വാല്യൂ കൊടുത്തു, കറസ്പോണ്ടിങ് x2ൻ്റെ വാല്യൂ കിട്ടി. ഓക്കെ, അതുപോലെ നമ്മൾ എന്ത് ചെയ്യാണ്? -1 ആയ സമയത്ത് x1ന് വാല്യൂ കൊടുത്തു, കറസ്പോണ്ടിങ് x2ൻ്റെ വാല്യൂ കിട്ടി. ഇങ്ങനെ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് എസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എല്ലാ വാല്യൂസും കണ്ടുപിടിക്കുക. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യണം. ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ ഈ ഡിഫറെൻറ്റ് സ്ലോപ്പ് ലൈൻസ് ആദ്യം വരയ്ക്കാം. -2, -1, -0.5, 0, 0.5, 1, 2 എന്ന് പറയുന്ന ഈ ഡിഫറെൻറ്റ് സ്ലോപ്പ് ലൈൻസ് നമ്മൾ വരയ്ക്കുക. അതാണ് ഐസോക്ലൈൻസ്. ഈ ഫിഗർ നോക്കിയേ, ഇതുണ്ട -2 കിട്ടുന്ന സമയം ഈ സ്ലോപ്പ് ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്നും വേണ്ട. കാരണം ഈ സ്ലോപ്പ് ലൈനിൽ 2 പോയിന്റ്സ് നമുക്കറിയാലോ അല്ലേ? ഈ ടേബിളിൽ നമ്മൾ 2 പോയിന്റ്സ് കിട്ടിയില്ലേ? x1 x2 എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റ് കിട്ടി, x1 x2 എന്ന് പറയുന്ന അടുത്ത കോർഡിനേറ്റ് കിട്ടി. ഈ 2 കോർഡിനേറ്റ്സും ഉപയോഗിച്ചിട്ട് നമുക്ക് ആ സ്ലോപ്പ് ലൈൻ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ സ്ലോപ്പ് ലൈൻ ആദ്യം വരച്ചു, അടുത്ത സ്ലോപ്പ് ലൈൻ വരച്ചു, അടുത്ത സ്ലോപ്പ് ലൈൻ വരച്ചു, അങ്ങനെ എല്ലാ സ്ലോപ്പ് ലൈൻസും നമ്മൾ വരച്ചു. ഈ സ്ലോപ്പ് വരച്ചതിന് ശേഷം ഇതപ്പോൾ നമ്മൾ ഈ സ്ലോപ്പ് ലൈൻസ് ആണ് എന്താണ്? ഐസോക്ലൈൻസ് എന്ന് പറയുന്നത്. ഐസോക്ലൈൻസ് ഓരോന്നായിട്ട് നമ്മൾ ഫസ്റ്റ് വരച്ചു. ഫേസ് ട്രാജക്ടറി വരയ്ക്കാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഫേസ് ട്രാജക്ടറിൻ്റെ ഇനീഷ്യൽ പോയിന്റ് എന്താണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഇനീഷ്യൽ പോയിന്റ് E(0) എന്ന് പറയുന്നത് 1 പോയിന്റ്, E(0) ഈസ് ഈക്വൽ ടു 0 ആൻഡ് E'0 ഈസ് ഈക്വൽ ടു 1.5 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് x1 0യും x2 1.5. ആ 1.4 ഇനീഷ്യൽ പോയിന്റിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് ഇത് നമ്മളിപ്പോൾ നമ്മുടെ ടേബിൾ ഉപയോഗിച്ച് വരച്ച ലൈനല്ല, പക്ഷേ ഇത് വൺ ഓഫ് ദി സ്ലോപ്പ് ലൈൻ ആണ്. കാരണം ഇത് എക്സ് ആക്സിസ് ആണ്. ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. അത് നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. കാരണം എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ എപ്പോഴും സ്ലോപ്പ് എന്താണ്? ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റി എന്ന് പറയുമ്പം ആംഗിൾ എത്രയായിരിക്കും? ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി, ദാറ്റ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പം നമ്മുടെ ഫേസ് ട്രാജക്ടറി നമ്മൾ ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് വരയ്ക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഈ സ്റ്റാർട്ട് ചെയ്തത് എവിടെ നിന്നാണ്? ആ സ്റ്റാർട്ട് ചെയ്തത് എക്സ് ആക്സിസിൽ നിന്നാണ് ആ പോയിന്റ്. അതുകൊണ്ട് അവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി, ദാറ്റ് ഈസ് ആംഗിൾ ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പോയിന്റിൽ നിന്ന് ഇത് എവിടെ നിൽക്കുന്ന എക്സ് ആക്സിസിൽ, എക്സ് ആക്സിസിന് 90 ഡിഗ്രിയിൽ ഒരു ഡോട്ടഡ് ലൈൻ വരയ്ക്കുക. ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയേ, എ പോയിന്റ് അറ്റ് എ, ഇവിടെ നിന്ന് 90 ഡിഗ്രിയിൽ നമ്മളൊരു ലൈൻ വരച്ചു. ആ 90 ഡിഗ്രി എങ്ങനെയാണ് കിട്ടുന്നത്? അത് നിൽക്കുന്ന പോയിന്റിൻ്റെ ആ ഐസോക്ലൈനിൻ്റെ സ്ലോപ്പാണ്. ഓക്കെ, ആ സ്ലോപ്പിൽ 90 ഡിഗ്രിയിൽ നമ്മൾ ലൈൻ വരച്ചു. ഈ 90 ഡിഗ്രി ലൈന് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ അതിന് തൊട്ടടുത്ത് നമ്മൾ വരച്ചിരിക്കുന്ന സ്ലോപ്പ് ലൈനിൽ ടച്ച് ചെയ്യണം. ദാറ്റ് ഈസ് 2 എന്ന് പറയുന്ന സ്ലോപ്പ് ലൈനിൽ ടച്ച് ചെയ്യണം. ആ പോയിന്റ് Q എന്ന് മാർക്ക് ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ വെച്ചാൽ നമ്മൾ അത് എവിടെയാണ് ടച്ച് ചെയ്യുന്നത്? 2 എന്ന് പറയുന്ന ലൈനിലല്ലേ. ഈ 2 എന്ന് പറയുന്ന സ്ലോപ്പ് ലൈനിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് എന്താ? 63 അല്ലേ? ടാൻ ഇൻവേഴ്സ് ആൽഫ, ദാറ്റ് ഈസ് 63. ഓക്കെ, അപ്പോൾ ആ 63 ആംഗിൾ നമുക്ക് കിട്ടണം അല്ലേ? ആ 63 ആംഗിൾ നമ്മൾ നേരത്തെ 90 ഡിഗ്രി വരച്ച അതേ പോയിന്റിൽ നിന്ന് തന്നെ നമ്മൾ എന്തും കൂടെ വരയ്ക്കുക, ഇങ്ങോട്ടേക്ക് ഒരു 63 ആംഗിൾ ലൈനും കൂടെ വരയ്ക്കുക. അതും എന്ത് ചെയ്യണം? അടുത്ത ലൈനിൽ ടച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരു പോയിന്റ് നമ്മൾ എടുക്കുമ്പോൾ ആ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ലൈനിൻ്റെ സ്ലോപ്പ് നോക്കിയിട്ട് ആംഗിൾ മാർക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് അത് എവിടെയാണോ എൻഡ് ചെയ്യുന്നത്, അതായത് അത് ആ ട്രാജക്ടറി വരാൻ പോകുന്നത് അടുത്ത ലൈനിലേക്കാണ്. അടുത്ത ലൈനിൽ അതിൻ്റെ സ്ലോപ്പ് നോക്കിയിട്ട് ആംഗിൾ എത്രയെന്ന് നോക്കിയിട്ട് അതും ഇവിടുന്ന് വരയ്ക്കുക. ഈ 2 ലൈൻസും ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ടച്ച് ചെയ്യുക. അപ്പോൾ 1 പോയിന്റ് Q, അനദർ പോയിന്റ് P എന്ന് കിട്ടും. ഈ 2 പോയിന്റിൻ്റെ മിഡിൽ പോയിന്റ് നമ്മുടെ ട്രാജക്ടറിൻ്റെ ഒരു പോയിൻ്റായിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ,
എന്നിട്ട് ഫസ്റ്റ് പോയിന്റിൽ നിന്ന് രണ്ടാമത്തെ പോയിന്റിലേക്ക് സ്മൂത്ത് ആയിട്ടുള്ളൊരു കേവ് വരയ്ക്കാം. ഈ കേവ് വരച്ചതിന് ശേഷം അടുത്ത് എന്ത് ചെയ്യണം? അടുത്തത് ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങാം. അപ്പോൾ ഈ ലൈനിൻ്റെ ആംഗിൾ എത്രയാണ്? 63. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഈ ലൈനിൽ നിന്ന് 63, ഈ ലൈനിൽ നിന്നല്ല കേട്ടോ വരയ്ക്കേണ്ടത്, ഈ എക്സ് ആക്സിസിന് പാരലായിട്ട് ഇവിടെ ഒരു ലൈൻ വരയ്ക്കുക. അതിൽ നിന്ന് ആദ്യം എന്ത് ചെയ്യണം? 63 ആംഗിൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് അത് അടുത്ത ലൈനിൽ ടച്ച് ചെയ്യണം. അടുത്ത ലൈൻ ടച്ച് ചെയ്യാൻ പോകുന്നത് സ്ലോപ്പ് 1 ലൈനിലേക്കാണ്. ഈ സ്ലോപ്പ് 1 ലൈനിലേക്ക് വരുമ്പം അതിൻ്റെ ആംഗിൾ നമ്മൾ നോക്കണം. ആംഗിൾ എത്രയാണ്? സ്ലോപ്പ് 1 ആണെങ്കിൽ ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറയുന്നത് ആംഗിൾ 45 ആണ്. അപ്പോൾ ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? ഈ എക്സ് ആക്സിസിന് പാരലായിട്ട് വരച്ചു കൊടുത്തുനിന്ന് തന്നെ ഒരു 45 ഡിഗ്രി ആംഗിൾ വരയ്ക്കുക. രണ്ടും കൂടെ ഇവിടെ അടുത്ത ലൈനിൽ മീറ്റ് ചെയ്യും. ആ മീറ്റ് ചെയ്യുന്ന രണ്ടിൻ്റെയും ഇടയിൽ അടുത്ത പോയിന്റ് മാർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ഫേസ് ട്രാജക്ടറിൻ്റെ അടുത്ത പോയിന്റ് കിട്ടി. ക്ലിയർ അല്ലേ? ഈ ഡാർക്ക് ലൈൻസ് ആണ് എന്ത്? ഫേസ് ട്രാജക്ടറി പോകുന്നത്. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവാം. ഓക്കെ, ഇവിടേക്ക് എത്തുമ്പോൾ എന്ന് വെച്ചാൽ നെഗറ്റീവ് ആംഗിൾ എടുക്കുമ്പോൾ നമ്മൾ ആംഗിൾ വരയ്ക്കേണ്ട ഡയറക്ഷനൊക്കെ മാറ്റിക്കൊണ്ടേയിരിക്കണം കേട്ടോ. ഇവിടേക്ക് എത്തുമ്പോൾ കണ്ടോ, ഈ ഭാഗമൊക്കെ എത്തുമ്പോൾ മൈനസ് ആംഗിൾ കിട്ടുമ്പോൾ, നേരത്തെയൊക്കെ നമ്മൾ പ്ലസ് ആംഗിൾ കിട്ടിയ സമയത്താണ്, കാരണം 2 എന്ന് പറയുന്ന ലൈനിൻ്റെ ആകുമ്പോൾ പ്ലസ് ആംഗിൾ കിട്ടുമ്പോഴാണ് 63 മുകളിലോട്ട് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. -63 ആണ് കിട്ടുന്നതെങ്കിൽ അത് താഴോട്ട് വരയ്ക്കണേ. ഇവിടെയൊക്കെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം. ഇത് നോക്കുക, ഇങ്ങനെ പോയി കഴിഞ്ഞ് കുറേ നമ്മൾ വീണ്ടും എത്രത്തോളം നമ്മൾ കൂടുതൽ വരയ്ക്കുന്നു അത്രയും നമുക്കിതിങ്ങനെ കിട്ടും. അപ്പോൾ ഇവിടെ നമ്മുടെ സിംഗുലർ പോയിന്റ് എന്താ? ഒറിജിൻ അല്ലേ? ഈ ട്രാജക്ടറി ഇങ്ങനെയല്ലേ ഇത് വരുന്നത്? ഇനീഷ്യൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ കൺവേർജിങ് ടു സിംഗുലർ പോയിന്റ്, therefore this singular point is a stable singular point. ക്ലിയർ അല്ലേ? അപ്പം ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഡിഫറെൻറ്റ് ഐസോക്ലൈൻസ് വേറെയും എടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാഫ് അല്ലെങ്കിൽ ട്രാജക്ടറി കുറച്ചും കൂടെ സ്മൂത്ത് ആയിരിക്കും എന്നർത്ഥം. എത്രയും ഐസോക്ലൈൻസ് നമുക്ക് എടുക്കാം. ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതിൻ്റെ പോലെ തന്നെ എടുക്കണം എന്നില്ല. ഇനി ഇതിലും കുറവായിട്ടും എടുക്കാം. ഇതിലും കുറവായിട്ട് എടുത്താലും നമുക്ക് ഏകദേശം അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ക്വസ്റ്റ്യനിൽ പെർട്ടിക്കുലറായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം കൂടുതൽ പെർഫെക്ഷനിലേക്ക് പോകാം. അല്ലെങ്കിൽ അത് വെറുതെ കൺവേർട്ട് ചെയ്യുന്നുണ്ടോ ഡൈവേർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാവാനുള്ള രീതിയിൽ മാത്രം ഉള്ള രീതിയിൽ ഐസോക്ലൈൻസ് എടുത്ത് ചെയ്യാം. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കണം, ഈ ചെയ്യുന്നത് ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. സിംഗുലർ പോയിന്റ് കണ്ടു, ട്രാജക്ടറി വരച്ചു, ട്രാജക്ടറി വരച്ചിട്ട് കൺവേർജിങ് ആണോ ഡൈവേർജിങ് ആണോ എന്ന് നോക്കുക, സ്റ്റെബിലിറ്റി പറയാം. ഇനി ഇങ്ങനെ അല്ലാതെയാണ് നമുക്ക് കിട്ടുന്നത്, നമുക്ക് ക്ലോസ്ഡ് ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാം കൺവേർജിങ്ങും അല്ല ഡൈവേർജിങ്ങും അല്ല, ലിമിറ്റ് സൈക്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ.